നിങ്ങൾ നിങ്ങളുടെ കീബോർഡ്സ് ടൈപ്പ് ചെയ്യുന്ന ഓരോ കീ സ്ട്രോക്സും മറ്റൊരാൾ കാണുന്നുണ്ടെങ്കിലോ? യെസ്, അതാണ് കീലോഗർ അറ്റാക്ക്. അപ്പോൾ എന്താണ് കീലോഗർ എന്ന് വെച്ചാൽ എ പീസ് ഓഫ് മാൽവെയർ. ഇത് നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ കടന്നുകൂടിയിട്ട് നമ്മൾ കീബോർഡ്സിൽ ടൈപ്പ് ചെയ്യുന്ന ഓരോ കീസും ഇത് സീക്രട്ട്ലി റെക്കോർഡ് ചെയ്തിട്ട് ഇതിനെ ആരാണോ ഇംപ്ലിമെന്റ് ചെയ്തത് അയാൾക്ക് അയച്ചു കൊടുക്കുന്നു. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ബാങ്കിങ് ഡീറ്റെയിൽസ്, ഈവൻ നമ്മുടെ ലോഗിൻ ക്രെഡൻഷ്യൽസിലെ വരെ ഇത് സീക്രട്ട്ലി റെക്കോർഡ് ചെയ്യുന്നു. ഇതെങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻഫെക്റ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതെങ്കിലും മലീഷ്യസ് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോഴോ, ഒട്ടും ട്രസ്റ്റഡ് അല്ലാത്തത് ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് ഏതെങ്കിലും ചാത്ത സോഫ്റ്റ്വെയർസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോഴോ ഇത് നമ്മുടെ സിസ്റ്റത്തിൽ കടന്നുകൂടാം. അപ്പോൾ ഇത് നമ്മുടെ സിസ്റ്റത്തിൽ കടന്നു കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്കൊരു അറിവ് ഉണ്ടാവില്ല. ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ കേസിനെ എങ്ങനെ സീക്രട്ട് ആയിട്ട് റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ, ഈ കീലോഗറിനെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം? അതിനു മുമ്പ് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് സൈബർ സെക്യൂരിറ്റി വീഡിയോസിനെ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. കീലോഗേഴ്സ് അറ്റാക്ക് എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം? ഇൻസ്റ്റാൾ ആന്റിവൈറസ് സോഫ്റ്റ്വെയർസ് ആൻഡ് കീപ് ഇറ്റ് അപ്ഡേറ്റഡ്. പിന്നെ നമ്മൾ സസ്പീഷ്യസ് ആയിട്ടുള്ള ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക, സസ്പീഷ്യസ് ഡൗൺലോഡ്സ് ചെയ്യാതെയും ഇരിക്കുക. പിന്നെ നമ്മൾ 2FA, 2 ഫാക്ടർ ഒതന്റിക്കേഷൻ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഹാക്കേഴ്സിന് പാസ്വേഡ് കിട്ടിയാലും 2 ഫാക്ടർ ഓൺ ആണെങ്കിൽ പാസ്വേഡ് കിട്ടിയിട്ട് ഒരു കാര്യമില്ലാതായി പോകും. സോ അപ്പോൾ കീലോഗേഴ്സ് അറ്റാക്ക് ഡേഞ്ചറസ് തന്നെയാണ്, പക്ഷേ വിത്ത് റൈറ്റ് പ്രൊട്ടക്ഷൻ നമുക്ക് അതിനെ തടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് സൈബർ സെക്യൂരിറ്റി വീഡിയോസ് ഞാൻ വീണ്ടും വരും. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ.